ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഹമീന. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോയിൽ പേരൊക്കെ മാറ്റി യൂട്യൂബ് ചാനൽ ചെറിയൊരു പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു ഗ്രേവി ആട്ടോ. കുറച്ച് വെളുത്തുള്ളി, ഉള്ളി, ഇത്ര സാമഗ്രികളാണ് വേണ്ടത്. കറിവേപ്പിലാണ്, അത് ഞാൻ ഇത് അരിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളി കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു മിക്സി ജാറിലേക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 7-8 ഉണ്ട്. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് 6-7 ഉണ്ട് കേട്ടോ. അതിന് ഒരെണ്ണം കുറച്ചിട്ടാണ് നമ്മൾ ഇടാൻ പാടുള്ളൂ. പിന്നെ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അടിച്ചെടുക്കാം. ട്രാൻസിഷൻ ആട്ടോ ഫ്രണ്ട്സ്. അത് നമുക്ക് തുറന്നിട്ടുണ്ട്. ഇത് അതേപോലെ ഇരിക്കും കേട്ടോ. നല്ല ഡ്രസ്സിലേക്കാണ്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. കറിവേപ്പില മാറ്റി വെച്ചേക്കുന്നത്. ഇത് ശരിക്കും ഫസ്റ്റ് തന്നെ അതിലേക്ക് കറിവേപ്പില ഇടാൻ ഞാൻ മറന്നുപോയി. ചൂടായി തന്നെ ഉണ്ടായുള്ളൂ. നിങ്ങൾ ഒരു കണക്കിലായതുകൊണ്ട് വേഗം ഞാൻ ഉണ്ടാക്കുന്നതാണ്. മീൻ പൊരിച്ച വെളിച്ചെണ്ണ തന്നെ കേട്ടോ നമുക്ക് ഉണ്ടാക്കണം. ഇതാ നല്ല അടിപൊളിയായിട്ട് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കാം കേട്ടോ. പിന്നെ പോസാക്കി എടുക്കുന്നത് പെട്ടെന്ന് വീഡിയോ കഴിയാതിരിക്കാനാട്ടോ. പിന്നെ ഹാങ് ആണ് ഫോൺ, അതുകൊണ്ട് പോസ് ചെയ്തെടുക്കണം. നമുക്കത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഉപ്പ്, മുളക് എന്നിവ ചേർക്കാം. നന്നായിട്ട് വീണ്ടും വയറ്റാം. പുളി എടുക്കാം നമുക്ക് കേട്ടോ. അതൊന്ന് കരിയണവരെ ഇങ്ങനെ ഞെരടിക്ക് എടുക്കുക. ഗൈസ്, ഇതാ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പുളിവെള്ളം. ഇതാ ഗ്രേവി ആണെങ്കിൽ പുളി കൂട്ടിയെടുക്കാം. പുളിവെള്ളം ഈ പാത്രത്തിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പൊറോട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊറോട്ടയുടെ കൂടെ തിന്നേണ്ട കേട്ടോ. ക്രിസ്പി ആയിട്ട് കിട്ടണം. ക്രിസ്പി ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലാസ്റ്റ് പൊറോട്ടയും കൂടെ വരുത്ത്. പിന്നെ ഇല്ലേ, ഇനി ആ ഗ്രേവിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് മീനും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ എടുക്കാണ്ട് ഇനി നല്ല ഉപ്പും മുളകും നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഗൈസ്, ആ ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ മറക്കരുത്. സൈനിങ് ഓഫ്.